ശ്രീ ആർ എസ് ശശികുമാർ, കരിമ്പട്ടികയിൽപ്പെട്ട ഒരു കമ്പനിക്കാണ് ഇത്തരത്തിൽ 10 ലക്ഷം വിദ്യാർത്ഥികളുടെ ഡേറ്റ കൈമാറിയിരിക്കുന്നത്. എന്തായാലും ഇതിനെ ഏത് രീതിയിലാണ് താങ്കൾ കാണുന്നത്? വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ സംസ്ഥാനത്ത് ആരോഗ്യ മേഖലയിലുള്ള ഡേറ്റാസ് മുഴുവനും സ്പ്രിംഗ്ലറിന് കൊടുക്കുന്ന ഒരു വലിയ വിവാദം ഉണ്ടായിരുന്നു. ആ വിവാദം ഇന്ന് ഹൈക്കോടതി കേസിന്റെ വക്കത്താണ്. ഇപ്പോൾ അതിന് സമാനമായ മറ്റൊരു ഡേറ്റ തട്ടിപ്പാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്നത്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ളത് പുതിയ സിസ്റ്റത്തിൽ ക്രെഡിറ്റ് ട്രാൻസ്ഫറിന് വേണ്ടിയും ഒരു ABC എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. എങ്കിൽ മാത്രമേ ഇതര സർവകലാശാലകളിലെ ക്രെഡിറ്റ് വിദ്യാർത്ഥികൾക്ക് മാറ്റാൻ കഴിയുള്ളൂ. അത് കേരളത്തിൽ പ്രാവർത്തികമാക്കുന്നതിൽ ചില സാങ്കേതിക തടസ്സങ്ങൾ ഉള്ളതുകൊണ്ട് സംസ്ഥാന സർക്കാർ കെ-റീപ്പ് എന്ന ഒരു പുതിയ സോഫ്റ്റ്വെയർ നിർമ്മിക്കാൻ തീരുമാനിച്ചു. ഇതെല്ലാം കെയിലാണല്ലോ ഇപ്പോഴേ. അപ്പൊ കെ-റീപ്പ് തീരുമാനിച്ചതിന് ശേഷം കെ-റീപ്പ് അസാപ്പ് എന്ന് പറയുന്ന നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുള്ള ഒരു സ്ഥാപനത്തിന് കൈമാറി. ഈ അസാപ്പ് 2012 UDF ഗവൺമെന്റ് കാലത്ത് ആരംഭിച്ചതാണ്. അത് വിദ്യാർത്ഥികൾക്ക് ഇൻഡസ്ട്രിയുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് ജോലി സാധ്യത ഉണ്ടാക്കുന്നതിനും അവർക്ക് അതിനു വേണ്ട ട്രെയിനിങ് കൊടുക്കുന്നതിനുള്ള സ്ഥാപനമാണ് കെ-റീപ്പ്. കെ-റീപ്പിനെ 2021 കമ്പനിയായി കൺവെർട്ട് ചെയ്തുകൊണ്ട് റിട്ടയർ ചെയ്ത IAS ഓഫീസറായ ഉഷ ടൈറ്റസിനെ അതിന്റെ ചെയർമാനായി നിയമിച്ചു. ഇതെല്ലാം വളരെ ആസൂത്രിതമായിട്ടാണ്. അതിനുശേഷം ഗവൺമെന്റ് കെ-റീപ്പ് എന്ന് പറയുന്ന പദ്ധതിക്ക് ടെൻഡർ വിളിച്ചതിന് ശേഷം ഈ അസാപ്പ് എന്ന് പറയുന്ന കമ്പനിക്ക് കെ-റീപ്പിന്റെ ചുമതലയേൽപ്പിക്കുന്നു. അസാപ്പിന് ഇങ്ങനെയുള്ള ടെക്നിക്കൽ നോവൊന്നുമില്ല. അപ്പോൾ അസാപ്പ് ഇത് MKCL എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലെ ഒരു കമ്പനിക്ക് മറിച്ചു കൊടുക്കുന്നു. മഹാരാഷ്ട്ര എന്ന് പറയുന്ന കമ്പനി മഹാരാഷ്ട്രയിലെ 10 സർവകലാശാലകൾ, ഏറ്റവും പ്രധാനപ്പെട്ട പൂന സർവകലാശാല ഉൾപ്പെടെ നാഗ്പൂർ സർവകലാശാല ഉൾപ്പെടെയുള്ള ബ്ലാക്ക് ലിസ്റ്റ് പെടുത്തിയിരിക്കുന്ന ഒരു സർവകലാശാല ഒരു കമ്പ്യൂട്ടർ കമ്പനിയാണ്. ആ MKCLന് അസാപ്പുമായിട്ട് എഗ്രിമെന്റ് ഉണ്ടാക്കി അസാപ്പ് ഇടനിലക്കാരനായിരുന്നതുകൊണ്ട് MKCLന് കേരളത്തിന്റെ വിദ്യാർത്ഥികളുടെ ഡേറ്റ മുഴുവനും അവരുടെ ഈ പറഞ്ഞ അവരുടെ ആധാർ ഉൾപ്പെടെ അവരുടെ മാർക്കുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അങ്ങോട്ടേക്ക് കൈമാറുക എന്ന് പറഞ്ഞാൽ നമ്മുടെ 10 ലക്ഷം കുട്ടികളുടെ ഡേറ്റാസ് കൂടി മഹാരാഷ്ട്രയിലേക്ക് പോവുകയാണ്. അതോടൊപ്പം തന്നെ സർവകലാശാലകൾക്ക് ഇതിനകത്ത് ഒരു റോളുമില്ല. അപ്പൊ സർവകലാശാലകൾ നേരിട്ട് എഗ്രിമെന്റ് ഉണ്ടാക്കണമെന്നുള്ളതാണ് IT നിയമം. ഒരു മൂന്നാം ഏജൻസി ഏൽപ്പിക്കാൻ പാടില്ല. ഗുരുതരമായ വീഴ്ചയാണ്. ഇതിന്റെ പിന്നിൽ മുഖ്യമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ഉണ്ട്. തീർച്ചയായിട്ടും സോഫ്റ്റ്വെയറുമായിട്ടുള്ള ഇടപാടായതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മകളും ഇതിനകത്ത് ഉണ്ടാവുമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. വളരെ ഗുരുതരമായ കേരളത്തിന്റെ വിദ്യാർത്ഥികളുടെ ഭാവിയെ തകർക്കുന്ന, കുട്ടികളുടെ പരീക്ഷാ മാർക്ക് ലിസ്റ്റിൽ എന്ത് കൃത്രിമം കാണിക്കാൻ കഴിയുന്ന ഒരു കമ്പനിയിലേക്ക് കേരളത്തിലെ സർവകലാശാലകളിലെ വിദ്യാർത്ഥികളുടെ മാർക്കുകൾ മുഴുവനും മാറ്റാൻ തീരുമാനിക്കുക. അത് സർവകലാശാലയ്ക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. സർക്കാരിന്റെ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, രാജൻ ഗുരുക്കൾ എന്ന് പറയുന്ന ഒരു ചെയർമാൻ, പാർട്ടിയുടെ ചെയർമാനാണ്. അദ്ദേഹവും അസാപ്പിൽ ഉഷ ടൈറ്റസും കൂടി ഇരുന്ന് ഈ ജോലി മുഴുവനും മഹാരാഷ്ട്രയിലെ കരിമ്പട്ടികയിൽപ്പെട്ട ഒരു ഏജൻസിക്ക് നൽകുക എന്ന് പറഞ്ഞാൽ വളരെ ഗുരുതരമായ ഇത് വിഷയമാണ്. ഇത് അടിയന്തരമായി ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തണം. ഇതിൽ നിന്നും ഗവൺമെന്റ് പിന്നോട്ട് പോകണം. എന്തായാലും ഈ എഗ്രിമെന്റ് ടെൻഡർ വിളിച്ചപ്പോഴേക്കും സീഡിറ്റ് ഉൾപ്പെടെ അല്ലെങ്കിൽ ടാറ്റ കൺസൾട്ടൻസി, IIT മദ്രാസ് തുടങ്ങിയ സ്ഥാപനങ്ങളെല്ലാം ഉള്ളപ്പോഴാണ് യാതൊരു ഇൻഫ്രാസ്ട്രക്ചറും ഇല്ലാത്ത ഉഷ ടൈറ്റസിന്റെ നേതൃത്വത്തിലുള്ള അസാപ്പിന് ഈ പണി കൈമാറ്റം ചെയ്തു. അപ്പോൾ കേരളത്തില് ഈ 2021 അസാപ്പിനെ കമ്പനിയാക്കി മാറ്റിയെല്ലാം ഇതെല്ലാം ദൂരെ കൂട്ടിക്കൊണ്ടുകൊണ്ടാണ്. ഇതിനെക്കുറിച്ച് സമഗ്രമായ ഒരു അന്വേഷണം, വാസ്തവത്തിൽ ഇത് വളരെ ഗുരുതരമായ ഉന്നത തരത്തിലുള്ള CBIയുടെ അന്വേഷണം തന്നെ നടത്തേണ്ട കാര്യമാണ്. ഇത് കുട്ടികളുടെ ഡേറ്റ തട്ടിപ്പിന്റെ ഭാഗമാണ്. നമ്മുടെ ആരോഗ്യ മേഖലയിലെ ജോലികൾ മുഴുവൻ സ്പ്രിംഗ്ലറിനെ ഏൽപ്പിച്ചതുപോലെയുള്ള മറ്റൊരു തട്ടിപ്പാണ്. ഇത് അടിയന്തരമായി നിർത്തലാക്കണമെന്ന് ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഇന്ന് ഗവർണർക്കും മുഖ്യമന്ത്രിക്കും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും നിവേദനം നൽകിയിട്ടുണ്ട്.